ഇന്ന് നമ്മൾ പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതായത് നമ്മളുടെ ഇവിടെ നാർക്കോട്ടിക്സ്, അതായത് കഞ്ചാവും ചരസിനും ഒക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു തൂഫാൻ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ, ഒരു നാടിനെ നശിപ്പിക്കാൻ, ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റിയ സംഭവമാണ് ഈ നർക്കോട്ടിക്സ്. അതായത് ഈ കഞ്ചാവ്, ചരസും പല പേരുകളുണ്ട്, MDMA, ഇങ്ങനത്തെ പല പേരുകളുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേർ അതിൻ്റെ പുറകെയാണ്. സ്കൂളുകളിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. സ്കൂളിലെ അധ്യാപകരും അതിൻ്റെ കമ്മിറ്റിയും എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് പിടിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ഡ്രസ്സ് മാറി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് വരെ കാണാം. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യം, എവിടെ ആരോഗ്യമുണ്ടോ അവിടെ സന്തോഷമുണ്ട്. ആരോഗ്യം മോശമാകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ രക്ഷകർത്താക്കളൊക്കെ ആരോഗ്യപരമായിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും, മക്കൾക്കും അല്ലെങ്കിൽ മക്കളെ ആരോഗ്യമായിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അസുഖം വരുമ്പം, എന്തെങ്കിലും കിടപ്പാകുമ്പോഴാണ് ഓരോരുത്തർക്ക് ടെൻഷൻ വരുന്നതും പ്രഷർ വരുന്നതൊക്കെ. കാര്യം വെച്ചാൽ നമ്മളുടെ ഹോസ്പിറ്റലൊക്കെ ഇപ്പം കഴുത്തിറക്കുന്ന രീതിയിലാണല്ലോ ഓരോന്നിൻ്റെയും വിലകൾ. പേടിയാകും. ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത് എവിടെയാണ് ജോലി, എത്ര മക്കളുണ്ട്, മക്കൾ എവിടെയാണ്. ശരിയല്ലേ? നമ്മളുടെ കുടുംബചരിത്രം അറിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും മരുന്നും കാര്യങ്ങളും എഴുതാൻ പോണത്. നമ്മൾ സാധാരണ രീതിയിൽ നല്ല ഡ്രസ്സിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ചോദിക്കും, എവിടെ ജോലി, എന്താ പേര്. നമുക്ക് കൈരുമുണ്ടും കീറിയ പിന്നിട്ട് പോകാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർന്നു. 4 ദിവസം കൊണ്ട് തീർത്ത് തരും ഒരു അഡ്മിഷൻ ആണെങ്കിൽ. അതാണ് അവർ നോക്കുന്നത്. 10 ടെസ്റ്റിങ് എഴുതി തന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിയും. ഇന്നത്തെ നമ്മുടെ കാലം അങ്ങനെയായിപ്പോയി. അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ ഓരോന്നിലും നമ്മുടെ സിസ്റ്റം മാറണം. അപ്പം ഭക്ഷ്യസുരക്ഷ, അതായത് നമ്മൾക്ക് ആഹാരം കഴിക്കാൻ വരുന്ന ഈ പച്ചക്കറികളും ഈ പല വ്യഞ്ജന സാധനങ്ങളിലും ഒക്കെ ടെസ്റ്റിങ് വേണം. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ നാട്ടിലുടനീളം നടക്കുന്നുണ്ട്. പക്ഷേ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടോ? ഒരു ചെക്കിങ്ങിന് ഒരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടൽ ആദ്യം അറിയും, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സുമാർ ചെക്കിങ്ങിന് വരുന്നുണ്ടെന്ന്. ഇത് മാറണം, സിസ്റ്റം മാറണം. ഇവിടെ പല ആൾക്കാരും പല രീതിയിലും പല സംസാരങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മുടെ സിസ്റ്റം മാറണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ? മനുഷ്യന് നല്ല രീതിയിലുള്ള പച്ചക്കറിയും നല്ല ആഹാരം കഴിക്കാനുള്ള അവകാശമില്ലേ? ഗൾഫ് രാജ്യങ്ങളിലും അപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് നോക്കിയേ, അവിടെയൊക്കെ നമ്മളിവിടെ നിന്ന് അയക്കുന്ന സാധനം ടെസ്റ്റ് ചെയ്തിട്ട് അവരെടുക്കുന്നത്. അപ്പം മനുഷ്യനൊന്നല്ലേ? നമ്മളും മനുഷ്യനാണ്, സായിപ്പും മനുഷ്യനാണ്. നമ്മുടെ ആരോഗ്യത്തിനെന്താ വിലയില്ലേ? നമ്മുടെ ജീവന് വിലയില്ലേ? അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓടിപ്പിടിച്ച് ഈ റോട്ടിലിട്ട് വെള്ളം അടിക്കണതും കഞ്ചാവ് അടിക്കുന്നവരെ പിടിക്കുന്ന പോലെ, എല്ലാ വീടാന്തരം എന്ന് പറഞ്ഞ പോലെ എല്ലാ കടകളിലും കയറി ഇത് ചെക്ക് ചെയ്യണം. ഒരു സിസ്റ്റം ഉണ്ടാക്കണം. വരുന്ന പച്ചക്കറിയും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. എല്ലാ കടകളും ചെക്ക് ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. എന്നാലേ നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളും നമുക്കും, നമ്മുടെ ആരോഗ്യമാണല്ലോ ഏറ്റവും വലുത്. പ്രായമാകും തോറും നമ്മുടെ റെസിസ്റ്റൻസ് പവർ കുറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പഴവർഗ്ഗം, ഇപ്പം നല്ല രീതിയിലൊരു മാമ്പഴം മേടിച്ച് കഴിക്കാൻ പറ്റുമോ? 10 ദിവസം നമ്മൾ കഴിച്ചാൽ പിന്നെ വയറിളക്കമാകും. ഒരു പച്ചക്കറി മേടിച്ച് കഴിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ സിസ്റ്റം എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. നമ്മൾ പല രീതിയിലും പല കാര്യങ്ങളും നമ്മൾ കണ്ട് കേട്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് 10 പേരെങ്കിൽ 10 പേരെ, 100 പേരെങ്കിൽ 100 പേരെ, ഓരോരുത്തരുടെ മനസ്സിൽ ഇത് എത്തിക്കഴിയുമ്പോൾ അവരും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിലും നമ്മുടെ സിസ്റ്റം നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നല്ലത്, അല്ലേ?
ഇത് നമ്മളെല്ലാവരും പ്രതികരിക്കണം. നമ്മുടെ ആരോഗ്യം കണ്ടില്ല എന്ന് വയ്ക്കരുത് നമ്മൾ. കാലം മാറിപ്പോയി. പ്രതികരണശേഷി നഷ്ടപ്പെടുത്തരുത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളെല്ലാവരും പറയണം, ഭക്ഷണ സാധനങ്ങളുടെ ചെക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ സിസ്റ്റം മാറണം. നമ്മുടെ സിസ്റ്റം എല്ലാ രീതിയിലും മാറണം. എന്നാലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സബ്ജക്റ്റ് നിർത്തുന്നു. ജയ് ഹിന്ദ്.